കാലത്ത് AC-യുടെ തണുപ്പിൽ അഭയം തേടാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? പക്ഷേ AC ഓണാക്കിയിട്ട് രാത്രി കിടന്നുറങ്ങുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്ന് ഒരു കൂട്ടം വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. AC ഓണാക്കിയിട്ട് കിടന്നുറങ്ങിയാൽ ശരീരത്തിന് എന്തെല്ലാം സംഭവിക്കാം എന്ന് നോക്കാം. വരണ്ട കണ്ണുകൾ. അന്തരീക്ഷത്തിലെ ഈർപ്പം AC നീക്കം ചെയ്യുമ്പോൾ കണ്ണുകൾ വരളാനും ചൊറിച്ചിൽ, അസ്വസ്ഥത എന്നിവ തോന്നാനും സാധ്യതയുണ്ട്. നീർജലീകരണം. AC മുറിയിലെ വരണ്ട വായു ഈർപ്പവും ശരീരത്തിലെ ജലാംശവും നഷ്ടപ്പെടുത്തുന്നത് നീർജലീകരണത്തിലേക്ക് നയിക്കാം. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ AC-യിൽ ദീർഘനേരം ചെലവഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. വരണ്ട ചർമ്മം. കുറഞ്ഞ ഈർപ്പം ചർമ്മത്തിന്റെ നനവ് നഷ്ടപ്പെടുത്തി വരണ്ട ചർമ്മത്തിലേക്കും ചൊറിച്ചിലിലേക്കും നയിക്കാം. തലവേദന. പെട്ടെന്നുണ്ടാകുന്ന താപനില മാറ്റങ്ങളും തണുത്ത വരണ്ട കാറ്റുമെല്ലാം തലവേദന, സൈനസ് പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാക്കാം. ശ്വസന പ്രശ്നങ്ങൾ. ശരിക്കും വൃത്തിയാക്കാത്ത AC-യിൽ നിന്ന് പുറത്തു വരുന്ന പൊടിയും പൂപ്പലുമെല്ലാം ശ്വാസകോശ അണുബാധ, തൊണ്ടവേദന എന്നിവയ്ക്ക് കാരണമാകാം. ശബ്ദ മലിനീകരണം. AC-യുടെ നിരന്തര ശബ്ദം ചിലർക്ക് ഉറക്കം തടസ്സപ്പെടുത്താം. ഉറക്കത്തിന്റെ നിലവാരം നഷ്ടപ്പെടാനും ഇത് കാരണമാകാം. പകർച്ചവ്യാധികൾ. കോവിഡ് പോലുള്ള പകർച്ചവ്യാധികൾ AC മുറിയിൽ ഒരുമിച്ച് കഴിയുന്നവർക്കിടയിൽ എളുപ്പം പടരാം. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയുടെ വ്യാപനത്തിന് അനുകൂലമായ സാഹചര്യം AC ഒരുക്കുന്നു. നവജാത ശിശുക്കൾ ചെലവഴിക്കുന്ന മുറിയിൽ AC ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീര താപനില അനുസരിച്ച് AC ക്രമീകരിക്കേണ്ടതുണ്ട്. കുഞ്ഞിനെ മുറിയിലേക്ക് കൊണ്ടുവരുന്നതിന് 20 മിനിറ്റ് മുൻപെങ്കിലും AC ഓണാക്കി താപനില ക്രമീകരിക്കണം. 25 മുതൽ 27 വരെ ഡിഗ്രി സെൽഷ്യസിൽ താപനില നിലനിർത്തുന്നതാണ് നല്ലത്. നേരിട്ട് തണുത്ത കാറ്റ് കുഞ്ഞിന്റെ ശരീരത്തിൽ പതിക്കുന്നത് ചുമ, ന്യൂമോണിയ എന്നിവയ്ക്ക് കാരണമാകാം. നവജാത ശിശുക്കൾക്ക് അത്യധികമായ തണുപ്പ് പറ്റില്ലെന്നും ഓർമ്മ വേണം. പൊടിയുടെയും മറ്റും സാന്നിധ്യം ഒഴിവാക്കാൻ കൃത്യമായ ഇടവേളയിൽ AC വൃത്തിയാക്കാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.